ഇന്ന് ഞങ്ങളുടെ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം മത്തി വറുത്തതും കൂട്ടിയ ഒരു നല്ല ഉച്ചയൂണ്. ഇത് ലിഡിലിയിൽ നിന്ന് വാങ്ങിച്ച ഫ്രോസൺ സാഡിനാണ്. കഴുകിയൊക്കെ കഴിഞ്ഞിട്ടും കുറേ നേരം ഞാൻ കഴുകുന്നുണ്ട്. ഇതിൻ്റെ മണം എനിക്കൊരു വലിയ പ്രശ്നമായത് കാരണം കുറേ നേരം കഴുകിയിട്ടും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും പോയിട്ടില്ല. നന്നായിട്ട് ഉപ്പിട്ടാണെങ്കിലും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒലച്ചിങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സാധനം. അധികം പൊടിവുകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ മീനെല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തിട്ടൊന്ന് പരട്ടിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞും കൊടുക്കുന്നുണ്ട്, കൂടുതൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിൽ. അത് ഒന്നുകൂടെ പരട്ടിയെടുത്തിട്ട് ഡയറക്റ്റ് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഒന്നും വയ്ക്കുന്നില്ല കേട്ടോ, സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വയ്ക്കാത്തത്. അപ്പം ചട്ടിക്കകത്തിട്ടു, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ വേകുന്നുമുണ്ട്. ഇത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ വേകുന്നുണ്ട്. നല്ല മണമൊക്കെ, ഈ മത്തി വറക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീടിനകത്ത് നിറയെ മണം വരുന്നൊരവസ്ഥയാണ് സഹിക്കാൻ മേലാത്തത്. അപ്പം ഇത് വറുത്ത് കഴിഞ്ഞ് അവസാനം ആറായപ്പോഴത്തേക്ക് ഇച്ചിരി സവാള എരിഞ്ഞിട്ടു. പിന്നെ കറിവേപ്പിലേക്ക് ഇവിടെ ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിലയും കുറേ കൂടെ തൂകി. പിന്നെ ഞങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് മത്തിയാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ സാഡിൻ്റെ കേസിൽ എനിക്ക് മത്തി കറി ഇഷ്ടമില്ല, മത്തി തോരനോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. ആകെ ഇഷ്ടമുള്ളത് ഈ ഫ്രൈ ആണ്. ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ചോറിൻ്റെ കൂടെ, നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും കുറച്ച് ലെഫ്റ്റ് ഓവറായിട്ടുള്ള ബീഫ് ഒലത്തിയതും മത്തി ഫ്രൈയും അതുപോലെ തന്നെ സാമ്പാറും. ഈ മത്തി ഫ്രൈയും സാമ്പാറും കൂടെയുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടും കൂടെയുള്ള നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും. മുള്ളൊക്കെ മാറ്റി വെച്ച് കൊടുത്തപ്പം പിള്ളേരാണെങ്കിലും നന്നായി കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.